പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ കാഞ്ഞത് കറുത്തടത്ത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വൈക്കടവ് പഞ്ചായത്തിൽ 1-ാം വാർഡിൽ റേഡിയം കോളനി എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കോളനിനെ പറ്റി കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് അറിയാൻ ആണ് ഞാൻ വന്നത്. നമുക്ക് ഇവിടെ ഒരു പ്രദേശവാസിനോട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചറിയാലോ. നിങ്ങൾ റെഡിയല്ലേ? മോനോക്ക സത്യത്തിൽ ഇവിടേക്ക് റേഡിയം കോളനി എന്ന് പേര് വരാൻ കാരണം എന്താ? റേഡിയം കോളനി എന്ന് പേര് വരാൻ കാരണം പഴയ കാലത്ത് ഇവിടെ ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന കാലത്ത് പിന്നെ റേഡിയോ മാത്രമല്ലത് അന്ന് TV അതേമാതിരി വേറെ ടാപ്പുകളൊന്നും ഇല്ല ഞങ്ങൾക്കൊന്നും. ഞങ്ങളൊക്കെ ചെറിയ ചെറിയ റേഡിയോകൾ വാങ്ങിയിട്ടാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ എന്തായിട്ടും മൈക്കൊക്കെ പുറത്തേക്ക് എടുത്തുകൊണ്ട് പിലാവിൻ്റെ മുകളിലോ തെങ്ങിൻ്റെ മുകളിലോ കൊണ്ടേ കയറ്റി വെച്ചു. അങ്ങനെ കണ്ടാണ് നമ്മളിവിടെ ജോർജ് പറഞ്ഞ ഒരാൾ പാർട്ടിന് ജോർജ് നമ്മളെ പിന്നെ ചേട്ടൻ ജോർജ് എന്ന് പറഞ്ഞാൽ പാടത്തില്ലേ. അപ്പോൾ ഇവിടെ പേരച്ചാണ് ഇവിടെ പാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങാടി ചെന്നിട്ട് പറഞ്ഞ റേഡിയം കോളനി പിന്നെ അവിടെ പാട്ട് കേൾക്കണമെങ്കിൽ റേഡിയം കോളനി പോയാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ റേഡിയം കോളനി പറഞ്ഞാൽ അന്ന് എല്ലാ വീട്ടിലും റേഡിയോ ഉണ്ടാവും. എല്ലാ വീട്ടിലും റേഡിയോ ഉണ്ടാവും. ഫുള്ള് വീടുകളിലും റേഡിയോനാണ്. അപ്പം ഇന്ന് TV ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വാർത്ത കേൾക്കാനും നമ്മളിപ്പോൾ കാര്യമായിട്ട് വാർത്ത ഒന്നല്ല, നമ്മൾ പാട്ട് കേൾക്കാനാണ്. വാർത്ത ഒന്നും നമുക്ക് അന്ന് പിന്നെ അറിയണ്ടല്ലോ, വാർത്ത കാര്യങ്ങളൊന്നും അറിയണ്ട. അങ്ങനെയാണ് റേഡിയം കോളനിൻ്റെ പേര് വന്നത് അല്ലേ. അപ്പം നോക്കുക, ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് ഏരിയയാണെന്ന് പറയട്ടു. പിന്നെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്ന ഏരിയ. ഞായറാഴ്ച ദിവസം പറക്കി എൻ്റെ വരവൊന്നും ഇവിടെ നടക്കൂല. നമുക്ക് പോകണമെന്നാലും കൂടി എനിക്ക് എടുക്കാൻ നേരം ഉണ്ടാവില്ല. അത്രയും തിരക്കാവും ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ബ്ലോക്ക് ആവും ഇവിടെ. അത് ശരി. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് എന്താണ് ടൂറിസ്റ്റുകൾക്ക് കാണാനുള്ളത്? കാര്യമായിട്ട് കാണാനുള്ളത് ഇവിടെ പറഞ്ഞാൽ കോട്ടകളാണ്. കോട്ടകളുണ്ട് ഇവിടെ. അപ്പോൾ കുറേ കോട്ടകളൊക്കെ ഇപ്പോൾ പൊളിച്ചുകാണ്ട് ഒക്കെ മാറ്റി വേറെ വീടുകളൊക്കെ കയറ്റി. വീടുകളൊക്കെ അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഇനിയിപ്പോൾ ഒരു കോട്ട ഉണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം. കോട്ട കാണിച്ചു ഇവിടെ ടൂറിസ്റ്റ്. അപ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ആ കോട്ടയൊന്ന് കാണാം അല്ലേ. ഇവിടുത്തെ മെയിൻ കോട്ട ഏത്? ഇതാണ് കോട്ട. ഇതാണ് ഇവിടുത്തെ കാലത്തിന്റെ കോട്ടയാണ് കോട്ട അല്ലേ. ടിപ്പുവിന്റെ മുന്നുണ്ടോന്ന് സംശയമുണ്ട് എനിക്ക്. ഇത് ഈ കോട്ട. അപ്പോൾ ഈ കോട്ട ഇപ്പോഴും ഇത് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം. ഞങ്ങൾ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് കാണാൻ വേണ്ടി കാണാൻ ഇഷ്ടം പോലെ വരുന്നതുകൊണ്ട് നിങ്ങൾ നിലനിർത്തിക്കാണ്. ഓക്കെ. കോട്ടകളല്ലാതെ പിന്നെ ഇവിടെ വേറെ എന്താ കാണല്ലേ? കോട്ടകളല്ലാതെ ഇവിടെ നമ്മൾ ഈ ബോട്ട് സർവീസ് ഒക്കെ നടത്തുന്ന ഒരു ഇതുണ്ട് ഇവിടെ. പിന്നെ കായലുമായിട്ടുള്ളൊരു പുഴ എന്ന് പറഞ്ഞാൽ കായലൊന്നും അതൊന്നും കാണാൻ പറ്റുമോ? കുറേ പോകണ്ടോ? ആ വരി നമുക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ പ്രശ്നം നമ്മളിവിടെ ബോട്ട് സർവീസ് എടുക്കുന്ന സ്ഥലമുണ്ട്, അതൊന്ന് കാണാം കേട്ടോ. ഇതാണ് ബോട്ടുകളാണ് ഈ നിർത്തിയിട്ടിരിക്കണോ കേട്ടോ. ഇവിടെയാണ് ബോട്ട് സർവീസ് എടുക്കുന്നത്. അതിപ്പോൾ ഇന്നായതുകൊണ്ട് അല്ലെങ്കിൽ നല്ല തിരക്കാണ് ഇവിടെ. ഞായറാഴ്ച വന്ന് ഇവിടെ അടുക്കാൻ കഴിയില്ല. ഞായറാഴ്ച പേര് എടുത്തിട്ട് ഞായറാഴ്ച വന്നാൽ ഭയങ്കര തിരക്കാണ് ഇവിടെ. തിരക്കാണല്ലേ? ഭയങ്കര തിരക്കാണ്. പിന്നെ വേറെന്താ ഇവിടെ കാണാനുള്ളത് പറഞ്ഞത്? പിന്നെ ഇവിടെ കാണാനുള്ളത് പറഞ്ഞത് ഇവിടെ പ്രകൃതിയുടെ ഒരു വികൃതിയുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. അത് കാണാം. കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കാണാൻ വരുന്നത് അതാണെന്ന് പറയണേക്കാം. ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ വരുന്നത് ടൂറിസ്റ്റുകൾ ഈ സംഭവമാണ്. ഈ സംഭവം ഉണ്ടായതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ വന്നിട്ടാണ് മറ്റുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പൊ എന്നാ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ അതൊന്ന് കാണിച്ചു ഇതാണ് സംഭവം. ഏത്? ഇതാണ് അല്ലേ. അപ്പോൾ പ്രിയമുള്ളവരെ കണ്ടങ്ങൾ കണ്ടില്ലേ? അത് നോക്കി, ഇതാണത്. എന്താ അല്ലേ കാഴ്ചകൾ. പിന്നുള്ളത് ഇതാണ് നോക്കാം. ഇത് കോളാമ്പി. ഇവിടുന്നാണ് ലക്നൗ എന്നൊക്കെ ആൾ വന്നു ഇത് കാണാം. സ്ഥലത്തിന്റെ പേരിട്ടാത്തോണ്ട് ലക്നൗ അല്ലേ. വല്ലാത്ത കാഴ്ചകൾ കേട്ടോ. ഈ കരിയപ്പൊക്കെ ഉണ്ടായതല്ലേ. പിന്നെ ഒരു തൂക്കുവാലം കൂടി ഉണ്ട്. തൂക്കുവാലം ഇതാണ് തൂക്കുവാലം. ടൂറിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരവ്. ഇത് വാഹനങ്ങൾക്കൊന്നും പ്രവേശനമല്ല. വാഹനങ്ങൾ പ്രവേശനമല്ല. ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ഇപ്പൊ നിർത്തി വെച്ചു. ഓക്കെ. ഇന്നത്തെ കാഴ്ചയാണ് ഇത് കേട്ടോ. ഇത് തെങ്ങിന്റെ മുരട്ടിന്ന് കുറെ പൊന്തിട്ടാണല്ലോ വേര് വന്നിക്കണ്. പണ്ട് തല കുത്തനെ കുഴിച്ചിട്ടിന്. പിന്നെ ഇതിപ്പോ മാറ്റി വേര് ഇവിടെ വന്നപ്പോ മാറ്റി കുഴിച്ചിട്ടാണ്. ഉണ്ടല്ലേ? അപ്പൊ പ്രിയമുള്ളവരെ, അപ്പൊ ഇത് കണ്ടത് നിങ്ങള്, ഇതൊരു തെങ്ങാണ്. ഇതിന്റെ പകുതിക്കന്ന് ആണ് വേര് മുളച്ചിക്കണത്. പക്ഷെ തെങ്ങ് എന്ന് പറഞ്ഞാൽ പോലെ തേങ്ങാണ്ടങ്ങൾ കൊല്ലത്തോട് കൊല്ലം കൂടുമ്പോൾ പല്ല് കുത്താലെ ഈർക്കിളി കിട്ടും ഇത് വന്ന്. അല്ലാതെ ഒന്നും ഇത് വന്ന് കിട്ടുമെന്ന് വെച്ച് തോന്നിയിട്ടില്ല.